കുറച്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ സമയമാകുമ്പോ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഒരു മുഅദ്ദിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ സഹോദര. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. പക്ഷേ നിനക്കും വിളിക്കാമല്ലോ, പെങ്ങളെ നിനക്കും കഴിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ സഹാബാ. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ നിനക്കും കൂടെ പറഞ്ഞുകൂടെ? പറയണമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ അത് കേൾക്കുന്നവനും കൂടെ പറയണ്ടേ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിക്ക് സഹോദരാ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ ചെറുതായി കാണുന്നവനുണ്ട്. ഖതീബിന് വലിയ വിലയാണ്, പ്രസിഡന്റിന് വലിയ വിലയാണ്. പക്ഷേ മുഅദ്ദിന് വിലയില്ലെന്നാരാ പറഞ്ഞത്? നന്ദാവര പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ആരെന്നറിയോ? ആ മനുഷ്യന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ആ മനുഷ്യനെക്കാളും മഹത്വമുള്ള ആരാവുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. നന്ദാവര പള്ളിയുടെ ഖബർസാൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് നടന്നു വിടന്നും കുഷ്ഠരോഗിയെ പോലെ മുഖത്ത് മാംസമില്ലാത്തവനെ പോലെ പടച്ചവനെ ഇടഞ്ഞും നടന്നും നാളെ പരലോകത്തെ റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എല്ലാവരും മുഖം താഴ്ത്തി പിടിച്ചിട്ട് ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് ചെരുപ്പില്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന ദിവസമുണ്ടല്ലോ. റസൂലുള്ളാഹി പറയുന്ന, സ്വഹാബാ, രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, എവിടെയാണെന്നറിയോടാ? ആദം നബി കരയുകയാ, നൂഹ് നബി കരയുകയാ, മൂസാ നബി കരയുകയാ, ഇബ്രാഹിം നബി കരയുകയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും അവരവരുടെ ജീവിതത്തിൽ വന്നു പോയതോർത്തിട്ട് ആ ദിവസത്തെ കുറിച്ച് ഭയന്നുകൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ, അവര് പോലും ഭയക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലാണ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് വിഭാഗം കടന്നു വരുന്നത്. അവരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നമ്മൾ നിലവിളിക്കുകയാ, യാ വൈലത്താ, യാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. എടാ, നിന്നെ എന്റെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയുകയാണ്, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നടാ. നീയാടാ എന്നെ പിഴപ്പിച്ചത്, നീയാടാ എന്നെ നശിപ്പിച്ചത്. എല്ലാവരും ഭയത്തിലാണ്. നഫ്സി 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 നഫ്സിയാ, ഉമ്മത്തിയാ ഉമ്മത്തിയാ കൗമിയാ എന്ന് എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ദിവസമുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അവരെ പള്ളിയിൽ സുബഹിക്ക് 4:45 എഴുന്നേറ്റ് ഒന്നുവിടുത്തിട്ട് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഞാനും നിങ്ങൾ മുഴുവനും പുതപ്പിന്റെ കീഴിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റ് ആ സുബഹിന്റെ സമയമാകുമ്പോ 1 മിനിറ്റ് തെറ്റിയാ കുറ്റം പറയാ 4 പേരാ, 1 മിനിറ്റ് തെറ്റിയാ ചോദിക്കാൻ ആളുണ്ട്. അങ്ങനെ സമയം പോലും തെറ്റാതെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ട് അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്ന് ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ നീ ഓർത്തു വെച്ചോ. പള്ളിയിൽ
പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു പോകുമ്പോ, എടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയില്ലടാ, നിന്റെ ഉമ്മയില്ലടാ, നിന്റെ കൂടപ്പിറപ്പില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടെ കടന്നവളില്ല, എല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം, നിലവിളിക്കുന്ന ദിവസം, സ്വന്തം മക്കൾ പോലും പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് താ അല്ലാ. എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നീ നരകത്തിലിട്ടോ, എനിക്ക് സ്വർഗം തരണേ എന്ന് നിന്റെ രക്തത്തിൽ പറന്ന പൊന്നാര മക്കള് പറയുമ്പോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, നീ മടിയിൽ കിടത്തി ഉറക്ക നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ചെരുപ്പിടാതെ ആ പഴുത്ത് കിടക്കുന്ന ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാദാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. നെഞ്ചത്ത് കയറി നിൽക്കാനല്ല, നെഞ്ചത്ത് ചവിട്ടാനല്ല എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരാളുമില്ലല്ലോ, ഒരാളും സഹായിക്കില്ലല്ലോ. അങ്ങനെയുള്ള പടച്ചറപ്പിന്റെ പരലോകത്ത് നന്ദാവര പള്ളിയിലെ ബാങ്ക് വിളിച്ച മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം കേട്ട സർവ്വചരാചരങ്ങളും, ആ ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം കേട്ട സർവ്വചരാചരങ്ങളും ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഅദ്ദിനിന്റെ പ്രതിഫലം പറഞ്ഞ ഒരു ദിവസം വേറെ വഴുതു പറയേണ്ടി വരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, പള്ളിയിലെ പ്രസിഡന്റ് ആകാൻ മത്സരം, സെക്രട്ടറി ആകാൻ മത്സരം, അല്ലേ? എന്തൊക്കെ മത്സരങ്ങളാ പള്ളിയിൽ നടക്കുന്നത്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് സമയം കിട്ടുമായിരുന്നെങ്കിൽ, എനിക്ക് ഈ ഭരണാധികാരവും അധികാരമൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിലെ മുഅദ്ദിനാകുമായിരുന്നു, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ടെസ്റ്റ് നടത്തേണ്ടത് ആരെയാണ്? പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം അറിഞ്ഞ മത്സരം മുഅദ്ദിന് വേണ്ടി നടക്കുമായിരുന്നു. പ്രസിഡന്റ് പറയും, ഇന്ന് മുതൽ നിങ്ങളെടുത്തോ, ഞാൻ പള്ളി ബാങ്ക് വിളിച്ചോളാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ നാളെ സുബഹിക്ക് എല്ലാവരും കൂടെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിനെ പിടിച്ച് ഹൗദിലിട്ടിട്ട് ബാങ്ക് വിളിക്കണം എന്നല്ല. നാളെ പോയിട്ട് ഇനിയിപ്പോൾ നാളെ മുതൽ മുഅദ്ദിനെ പറഞ്ഞു വിട്ടേരെ ഞങ്ങളെല്ലാം വിളിച്ചോളാം, അങ്ങനല്ല. നമ്മളീ പലർക്കും വിളിക്കാൻ പേടിയാ. അധികം പേര് നിന്ന് വയലൊക്കെ പറയും, പക്ഷെ പള്ളിയിൽ കയറിയിട്ട് ഒന്ന് ബാങ്ക് വിളിച്ചു നോക്കിയാൽ, സുബഹിക്ക് ബാങ്ക് വിളിച്ചു നോക്ക്, അസലാത്ത് ഖൈറും മിനന്നോ എപ്പോൾ വിളിക്കണമെന്ന് ആലോചിക്കാൻ നമ്മൾ വരും. അതാ നമ്മളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കണമെന്നല്ല പറഞ്ഞത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ നീയും പറയണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നീ എന്താ ചെയ്യണേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാങ്കിന്റെ ജവാബ് ആ പറയുന്നത് പോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ല ചങ്ങായിമാരെ പുള്ളന്മാരുടെ അപ്പികളെ മിണ്ടായിരുടെ വേണ്ട കാക്കാമാരെ ഒന്നും പറഞ്ഞേക്കല്ലേ. അള്ളാഹു അതിർശികമാറാകട്ടെ. മാറിയിരി, വെറുതെ ശശിയാവണ്ട. പിള്ളേരുടെയൊക്കെ മറുപടി കേട്ട വലിയ മറുപടികളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ കൂടെ നിങ്ങളും വിളിക്കണം, കൂടെ നിങ്ങളും വിളിക്ക്, നിങ്ങൾ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ വിളിക്കൂലേ? എടാ, പള്ളിയിൽ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കൂലേ?
എന്ത് വിളിക്കും? ഫോൺ വിളിക്കും. പള്ളിയിലെ മുഅദ്ദിൻ കിടന്ന് മൈക്കിൽ കൂടെ തുറന്നു വിളിക്കുമ്പോ നീ ഫോൺ വിളിച്ചോണ്ടിരിക്കുക, അല്ലാതെ ബാങ്കല്ല വിളിക്കണേ. നീ ഇവിടെ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് പോലും പള്ളി കമ്മിറ്റി ഓഫീസിലും അപ്പൊ വഴുത് തന്നെയാ. അല്ലാതെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും നിനക്കതിന്റെ ഗൗരവം അറിയോ? പാവമാണോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാപമാണോ? ഒന്ന് പറയടാ ചങ്ങാതി, പാവമാണോ? എന്നിട്ട് നീ ചെയ്യാറില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാപമെന്നല്ലേ? പാവമല്ലെന്നല്ലേ നീ കരുതിയിരിക്കുന്നത്? പാവമല്ല. ഏത് പെണ്ണാപ്പ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കുറച്ച് വെക്കടാ, എന്ത് ടിവിയുടെ ശബ്ദം, ടിവിയുടെ ശബ്ദം കുറച്ച് വെക്കടാ, ബാങ്ക് വിളിക്കുന്നു, ഓഫാക്കടാന്നല്ല ചെയ്യുന്നതാ. ഒരാള് കള്ളുചാപ്പി പോയി, ഇവിടെ ഉണ്ടോ പോയി കള്ളുചാപ്പ്? ഒരാള് കള്ളുചാപ്പി പോയിട്ട് കള്ളു കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഞണ്ട് കറി കൊണ്ടുവച്ചത്. ഞണ്ടിന്റെ കറി കൊണ്ട് വെച്ച് കൊടുത്തു. ഞണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇപ്പൊ? എലഞ്ചി. എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ച്. അപ്പൊ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവൻ പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കൽ കറാഹത്താണെന്ന്. എന്താ പറഞ്ഞേ? കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുന്നിൽ ഞണ്ടിന്റെ എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ചപ്പോ ഓൻ പറയാ, ഇത് ഞങ്ങൾക്ക് കറാഹത്താണെന്ന്. അവൻ കുടിച്ചോണ്ടിരിക്കുന്നതോ? അവൻ കുടിച്ചോണ്ടിരിക്കുന്ന എന്താപ്പാ? ഇതുപോലെ തന്നെ നമ്മള് പെണ്ണുങ്ങള് ടി വി കണ്ടോണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് പറയാ, മക്കളെ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കുറയ്ക്കും. അത്രയെങ്കിലും ബോധം ഉണ്ടല്ലോ, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ബോധം ഇല്ലാഞ്ഞിട്ടല്ല. ഈ പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയങ്ങളുണ്ട്. എപ്പോഴാണെന്നറിയോ? പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയം. ഒന്ന്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്തും തലമറയ്ക്കും, ഉസ്താദിനെ കാണുമ്പോഴും മറയ്ക്കും. അള്ള കാണുമ്പോൾ തുറന്നിട്ടുണ്ട് നടക്കും. അള്ള കാക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കാം. ഉസ്താദ് വീടിന്റെ പരിസരത്തൂടെ പോകുമ്പോഴും മറയ്ക്കും. റോഡിൽ പോകുമ്പോ ഇതും കൂടെ ഉരിയിടാൻ വരുമെങ്കിൽ ഉരിയിടും. അലച്ചയ്ക്ക് അള്ള കാണുന്നുള്ള ഉസ്താദിനെ പേടിയുണ്ട്, അള്ളാനെ പേടിയില്ല. ഇതാണ് ഇന്നത്തെ സഹോദരങ്ങളെ, സഹോദരിമാർ, നമ്മളുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റുന്നു? എങ്ങനെ സംസാരിക്കാൻ നിനക്ക് പറ്റുന്നു? നിനക്കതിന്റെ നാശമറിയുമോ? മദ്രസയിൽ 2ാം ക്ലാസ്സിൽ നീ പഠിച്ചിട്ടില്ലേടാ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയ നാശമുണ്ടോ മനുഷ്യ? എന്റെയും നിന്റെയും ജീവിതത്തിൽ അഭിലാഷം എന്താ? സ്വർഗത്തിൽ പോണെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാനത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സ്വർഗമേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ, നിന്നിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാ. കാരണം എന്തെന്നറിയോ? നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല. അതാ പറഞ്ഞത്, സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ? സ്വർഗത്തിൽ പോകാൻ കൊതിച്ചിട്ടല്ല. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോണം, അത്രേ ഉള്ളൂ. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോണെങ്കിൽ നീ തീരുന്ന സമയത്തിൽ ആയിരാകയില്ലല്ലോ പറയണ്ടേ. എന്റെ പൊന്നാര സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് വഅദ് പറയുന്ന ഉമ്മയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറഞ്ഞു മരിച്ചാലല്ലേ നിനക്ക് സ്വർഗം കിട്ടൂ. റസൂലുള്ളാഹ് പറഞ്ഞത്, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, വഅദ് പറയുന്നവന് സ്വർഗമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ സ്വർഗത്തിൽ കടന്നെന്നാടാ പറഞ്ഞത്, കടക്കുമെന്നല്ല പറഞ്ഞത്. അവന് കടന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് കഴിയൂല. ഏത് കൊലകൊമ്പം എന്ന് പറഞ്ഞാൽ, എത്ര വലിയ മഹാൻ വന്ന് നിന്റെ ചാരത്ത് നിന്നിട്ട് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞു തന്നാലും നിനക്ക് കഴിയൂല, നിനക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് ചെറിയ പാപമല്ല, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാ, അവസാനം മോശമാകുന്ന കാര്യമാ. 6 വിഭാഗം ആൾക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. 6 പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാ അവരുടെ നാവ് പൊങ്ങൂല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചവനാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, ബാങ്കിന്റെ ശബ്ദം കേട്ടാ നിർത്തണമടാ, നിന്റെ സംസാരം നിർത്തട്, പെങ്ങളെ ഇനിയെങ്കിലും നിർത്തട്. എന്നിട്ട് ബാദാ മുഅദ്ദിന് പറയുന്നത് പോലെ നീ അവിടുന്ന് ജവാബ് പറ, അതുപോലെ തന്നെ പറ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് നാളെ പരലോകത്ത് തല ഉയർത്തിപ്പിടിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ വിളിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യമില്ലാത്ത പിതാവേ, അതിനെക്കാളും പ്രതിഫലം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? അതിനെക്കാളും പ്രതിഫലമല്ലേ പെങ്ങള്? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നാൽ പടച്ചവനെ നിന്റെ മരണം നന്നാവുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുകയാണ്. ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ നീ ബാങ്കിന്റെ ദുആ ചെയ്താ അല്ലാഹുവേ, നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവര് നീ സ്വർഗ്ഗത്തിൽ എങ്ങനാ പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വജബത്തുൽ ശഫാഅത്തി, അവന് ശഫാഅത്ത് നിർബന്ധമായി. റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ, റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ. എന്തേ ഇതിനെക്കാളും പ്രതിഫലം വേണ്ടത്? അതുകൊണ്ട് നിസാരമായി കാണരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കണേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയടേ, എങ്കിലും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിനേക്കാളും പ്രതിഫലം ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൂടെ കൂടിയ നിനക്ക് കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു, വലിയ ഭാഗ്യവാൻ. സഹോദര, ബാങ്ക് വിളിക്കുമ്പോ നീയും കൂടെ പറ. ആണിനും പെണ്ണിനും പറയാമല്ലോ, ആണിനും പെണ്ണിനും പറയാമല്ലോ. ഇനി ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ പള്ളി ബാങ്ക് വിളിക്കാറുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കുന്നു. പക്ഷെ നിനക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊടുങ്കാട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നീ ഉറക്ക ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. വനത്തിലെ ബാങ്ക് വിളിക്കണേ, ആരെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ല. എന്നാലും ഉറക്ക വിളിക്കണം.
ഏറ്റവും നല്ല ഏറ്റവും വലിയ ശബ്ദത്തിൽ വിളിക്കണം. കാരണം ആ ശബ്ദം എന്തൊക്കെ കേൾക്കുന്നു അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബാങ്ക് വിളിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിച്ചൂടെ? പള്ളിയിൽ പോയിട്ടല്ല, മുഅദ്ദിൻ വിളിക്കുമ്പോൾ നീയും കൂടെ വിളിച്ചോ. അല്ലാതല്ല നായി വിളിക്കുന്ന പോലെ കൂവരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായിയും കിടന്ന് വിളിക്കാറില്ലേ? ആ വിളിയല്ല, കൂടെ നിന്നിട്ട് ബാങ്കിന്റെ ജവാബ് അതുപോലെ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ من قال حين يسمع المؤذن أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا غفر له ذنبه قال نبينا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി ഷഹാദത്ത് പറയുമ്പോൾ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഷഹാദത്ത് പറയൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഷഹാദത്ത് പറയുന്ന സമയം അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദുആ ഹീന യസ്മഉൽ മുഅദ്ദിന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന ദുആ ചെയ്താൽ, ഏത് ദുആ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഷഹാദത്ത് കലിമ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാറുണ്ട്. ആ പറയുന്ന സമയം മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു, ഇത്രയും നിനക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിലും റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന, ഈ ദുആയെങ്കിലും നീ പറ. അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യമാണ്, എളുപ്പം ജീവിതത്തിൽ പാപം പൊറുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാ. ഒന്ന്, ബാങ്ക് വിളിക്കാൻ കഴിയുന്നവര് ബാങ്ക് വിളിക്കൂ. ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ കൂടെ പറയൂ, അല്ലാഹുവേ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നിന്ന് പടച്ചവനെ, അതാ മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് പടച്ചവനെ അതാ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വബി മുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. ഈ പറയുന്ന ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്കിന് മഹത്വം നൽകൂ. അത് ചെറിയ ഒരു കാര്യമല്ല. അതിലൂടെ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന കാര്യമാണ്. അതിനെ നീ ഗൗനിക്കാതിരുന്നാൽ, അതിനെ നീ പരിഗണിക്കാതിരുന്നാൽ, അതിനെ നിസാരമായി കണ്ടാ ഖസറ ദുനിയാ വൽ ആഖിറ.
നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഈമാനില്ലാത്ത മരണമാ, ഈമാനില്ലാത്ത മരണമാ, നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് തമ്പുരാനെ. പടച്ചവനെ ഓർമ്മയോട്, പടച്ചവനെ ഓർമ്മയോട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അത് വെറുതെ കിട്ടുന്ന കാര്യമല്ല, അത് വെറുതെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്കോടാ, എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ. പക്ഷേ ഇപ്പോഴേ പറ്റത്തുള്ളടാ. അസ്റായിൽ വരുമ്പോ ഓടൂലല്ലോ, അസ്റായിൽ വരുമ്പോ ഓടാൻ പറ്റൂലല്ലോ, മിണ്ടാതെ കടന്നു കൊടുക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബക്കറ്റിന്റെ അകത്ത് ഒരു സദഖ എടുക്കുമ്പോ നീ അല്ലാഹുവിനോട് പറയണമല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ എന്ന നീയത്തോടെ വേണം സദഖ കൊടുക്കാൻ. ഇത് ബർക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. ഇത് മുത്തുനബിയുടെ മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്. മോനെ, നീ കൊടുക്കുന്ന 10 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് പ്രയോജനം നിനക്കാടാ, നിനക്കാടാ നേട്ടമുള്ളത്. മോനെ, വിപത്തുകൾ ഉണ്ടായാൽ എന്തു ചെയ്യാനാണ്? പടച്ചവനെ, വയലിന് വരുന്നതിന് മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന ഒരു സഹോദരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാ, പടച്ചവനെ, അതാ നടക്കുന്ന സമയത്തല്ലേ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. എത്ര പെട്ടെന്നായിരുന്നടാ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവേ സന്തോഷത്തോടു കൂടി നടന്നിട്ട് ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് കിടന്നുപോയാ, ആദിരാത്രിയിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറയ്ക്കകത്ത് കടന്നുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ പിറ്റേ ദിവസം രാത്രിയായപ്പോ 6 അടി മണ്ണിന്റെ അകത്തായി പോയില്ലേടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ ആ പൊന്നുമോളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ, ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഒരു മനുഷ്യന്റെ ആയുസിന്റെ വില ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കാസർഗോഡ് ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്. ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്. വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹു 3 മക്കളെ കൊടുത്തു. വീടിന്റെ സൈഡിൽ ചെറിയൊരു കുഴിയുണ്ടായിരുന്നു. എല്ലാവരും തൂത്തു വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്ന ഒരു കുഴിയാ, ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. പടച്ചവനെ, വേസ്റ്റുകൾ മുഴുവനും അതിനകത്ത് കൊണ്ടുവന്നിടുന്ന കുഴിയായിരുന്നു. അങ്ങനെ 3 മക്കളും കൂടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ആ കുഴിക്കകത്ത് കിടന്ന വേസ്റ്റ് കത്തിച്ചതാ. വീണു പോയില്ലേടാ ചെറുപ്പക്കാരാ. അവസാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിലെ 3 പേരല്ലേ ഉസ്താദേ, എന്റെ 2 മക്കളും മരിച്ചുപോയി ഉസ്താദ്. എന്റെ മൂത്ത മകനുണ്ടല്ലോ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞു പോയി. വല്ലാത്തൊരവസ്ഥയിലാണ്. ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ അല്ലാ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതാണടാ
വിപത്തെന്ന് പറഞ്ഞാൽ എന്റെ ഒരു പ്രിയ സുഹൃത്തി മംഗലാപുരംകാരനാണ് ഉസ്താദേ ഇസ്മായിൽ എന്ന സഹോദരൻ പറയുകയാ, കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇതാ പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് വീടിന്റെ അടുക്കളയുടെ സൈഡിൽ വെച്ചിരുന്ന ബക്കറ്റ് നിറച്ചു വെച്ചിരുന്ന വെള്ളത്തിന്റെ അകത്താണ് ആ പിഞ്ചു കുഞ്ഞ് വീണും മരിച്ചുപോയത്. ഇതൊക്കെയാ വിപത്തെന്ന് പറയുന്നത്. താങ്ങാൻ പറ്റാത്ത കാര്യമാ. ഏത് വാപ്പയ്ക്കാ, ഏത് ഉമ്മയ്ക്കാ ഈ വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടിയിൽ പെട്ടുകൊണ്ട് നിന്റെ കാലറ്റ് പോകാ, നിന്റെ കയ്യറ്റ് പോകാ, നിന്റെ ശരീരം മുറിയിപ്പിക്കാൻ പിടച്ചവനെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന പൈസയ്ക്ക് പവറുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കൊടുക്കുന്നത് ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസിലാ. അല്ലാഹു ആദരിച്ച ആളല്ലേ, അല്ലാഹു ബഹുമാനിച്ച ആളല്ലേ, അല്ലാഹുവിനെ മറിഞ്ഞ മൻഹാനല്ലേ, ആ മനുഷ്യന്റെ കറാമത്ത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാ, മക്കളെ കൊടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, അറുത്തു മുറിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പനിയാക്കി മാറ്റണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവരെ, ഈമാനുള്ള ഒരു മരണം വേണം തമ്പുരാറ്, ഈമാനുള്ള ഒരു മരണം തമ്പുരാറ്. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദഖയെടുക്കൂ മോനെ. ബർക്കത്തിന്റെ മാസമാ, മലക്കുകൾ ദുആ ചെയ്യുന്ന രാത്രിയാ. തലയുടെ മുകളിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് മടി വേണ്ട, മടി വേണ്ട, ഒരു സദഖയെടുത്തോ. അല്ലാഹുവേ, കൊടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ, ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കൂ. ഒരാളും മടിക്കരുത്, ഒരാളും മടിക്കരുത്. മുതഅല്ലിമു ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, ഹജ്ജ് ചെയ്തവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, നിസ്കരിക്കുന്നവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, പണ്ഡിതന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, സയ്യിദന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, പ്രവാചകന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. എങ്കിലും ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ. കൊടുത്താതു അവണ്ടടാ, കൊടുത്താതു അയുണ്ടടാ. അല്ലാഹുവേ, ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ദുആ ചെയ്യുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ മലക്കുകളാ. അത് സ്വീകരിക്കില്ലെന്ന് പറയാ കഴിയുമോ? അതുകൊണ്ട് മലക്കിന്റെ ദുആ വേണോ? അതോ റബ്ബേ, നീ കൊടുത്തത് ഇവന് കൊടുക്കുന്നില്ല അല്ലാ, ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കടേ അല്ലാ. പോയടാ പൊന്നുമോനെ, അങ്ങനെ ഒരു മലക്ക് ദുആ ചെയ്താ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റി കയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാ. ഒന്ന് കയ്യിറോ, ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബർക്കത്ത് കൈപൊക്കറോ, അതിന് പൈസ വേണ്ടല്ലോ. ബർക്കത്ത് വേണ്ടവർ ഒന്ന് കൈപൊക്ക്. എന്തേ ബാപ്പ നിനക്ക് വേണ്ടേ? കൈപൊക്ക്, നല്ല പോലെ പൊക്ക്, അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് നീട്ടേണ്ടി വരും. പൊക്ക്, ആ പൊക്കിയ കൈ പോക്കറ്റ് ഇട്, ആ പൊക്കിയ കൈ ഇട് ചങ്ങാതി. എന്തേ ബർക്കത്ത് വേണ്ട? ഇപ്പൊ ആ ഉയർത്തിയ കൈ നേരെ പൊക്കറ്റിട്ടിട്ട് ഒരു നല്ല സദഖ എടുക്ക്. അല്ലാഹുവെ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാ, അങ്ങനെ ഒരു അവസ്ഥ നീ തരല്ലേ പടച്ചവനെ. എല്ലാവരും നല്ല ഒരു സദഖ. ഇങ്ങോട്ട് നോക്കിയേ, ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതിമാര്, സ്പീഡ് കൂടരുത്, നിനക്ക് വീട് വെക്കാനല്ല. തനിയാ വിളിയോ,
നീ എവിടെ ഓടുന്നു? ഇത് ഓട്ട മത്സരമല്ല, പതുക്കെ സമാധാനത്തിൽ പോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, എടുക്കുന്ന പൈസ നോക്കണ്ട, പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ നോക്കണ്ട. നോക്കിയ 2000, 500, 200, 100, 50, 20, 10 എടുക്കത്തുള്ളൂ. നോക്കണ്ട. നോക്കിയാൽ ഏറ്റവും ചെറുതേ എടുക്കത്തുള്ളൂ. നോക്കണ്ട. കൈ കിട്ടുന്നത് എടുത്തോ. 2 ബക്കറ്റിന്റെ അകത്തുനിന്ന് വാരരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. 100ന്റെ നോട്ടിടും, 90 വാരും, 10 അള്ളാഹിക്ക്, 90 നിനക്ക്. അതാ കച്ചവടം. പുതിയ കച്ചവടത്തിന്റെ രീതി അതല്ലേ? അള്ളാഹിക്ക് 10, നിനക്ക് 100, നിനക്ക് 90. അള്ളാഹു കാക്കുമാറാകട്ടെ. സഹോദരിമാരൊക്കെ ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. താത്താമാര് ബർക്കത്ത് വേണ്ട സഹോദരിമാരൊക്കെ ഒന്ന് കൈവക്കാൻ. ആ പൊക്കിയെ കൈക്കകത്ത് മോതിരം കിടക്കുന്നുണ്ട്, നീ മോതിരം ഇട്ടാ മതി. നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു ബക്കറ്റിലിട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചുമ്മാതെ പറഞ്ഞ ഉള്ളത് കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം. 11:30 ആയില്ലേ? 11:30 നിർത്താറായ? ഇൻഷാ അല്ലാഹ് 10 എണ്ണം പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് 5 എണ്ണമെങ്കിലും പഠിച്ചിട്ട് പിരിയാം. ബാക്കി 5 എണ്ണം പിന്നീട്. അള്ളാഹു ബാക്കി തരുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബറാഅത്ത് രാവൊക്കെ കടന്നു വരുന്നുണ്ട് അല്ലേ? ബറാഅത്ത് രാവ് എന്ന ദിവസം 27-ന് ബറാഅത്ത് രാവൊക്കെ കടന്നു വരും. ചൂടില്ല. ബറാഅത്ത് രാവൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ബറക്കത്തൊക്കെ കിട്ടാനുള്ള എളുപ്പ വഴി ഇപ്പോഴേ തുടങ്ങിക്കോ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 3 ഷാഫി വന്നിട്ട് പറയുന്നു പിരിക്കാൻ. ഇപ്പോഴേ തുടങ്ങിയേക്കാനാ പറയണേ. ഇൻഷാ അല്ലാഹ് ഞാൻ പിരിയാനൊന്നുമില്ലപ്പാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 3-ാമത്തെ വഴി എന്തെന്നറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم من تولى فاحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت اظفاره. എളുപ്പത്തിൽ പാപങ്ങൾ പൊറുക്കാനുള്ള 3-ാമത്തെ വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും വുളൂ ചെയ്യുകയും ആ വുളൂ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകും. എത്രത്തോളമെന്നാൽ പാപങ്ങൾ അവന്റെ നഖങ്ങൾക്ക് അടിയിലൂടെ പുറത്തേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉസ്മാൻ തങ്ങളാണ് പറഞ്ഞു തരുന്നത്. മഹാനവറുകൾ പറയുകയാ, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ, ആരെങ്കിലും ഉളുവെടുത്താൽ എന്നല്ല, കേക്കടാ ചെറുപ്പക്കാരാ, കേൾക്ക് പെങ്ങളെ, ആരെങ്കിലും ഉളുവെടുത്താൽ എന്നല്ല, അവിടെന്ന് പറയുന്നു, ആരെങ്കിലും നല്ലതുപോലെ ഉളുവെടുത്താൽ. ഒളുവെടുത്താലെന്നല്ല പറഞ്ഞേ, ഒളുവെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപം പൊറുക്കൂന്നല്ല, നല്ലതുപോലെ ഒളുവെടുത്താൽ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അവിടെ ഒരു വിശദീകരണമുണ്ട്. ഒളുവെടുക്കാന്ന് പറഞ്ഞ കടരണ്ടത്തെ ചെറുപ്പക്കാർ ഒളുവെടുപ്പ്. മഗ്രിബിന്റെ ഉസ്താദ് അത്തഹിയാത്തിലിരിക്കുക, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് ദാരിമി ഉസ്താദ്, പുതിയ ആളല്ല, അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇസ്മായിൽ ദാരിമി ഉസ്താദ്, സിദ്ദീഖ് ദാരിമി ഉസ്താദ് മഗ്രിബിന്റെ അത്തഹിയാത്തിലിരിക്കുക. ഓടി ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് 2-ാമത്തെ അത്തഹിയാത്തിൽ ഉസ്താദ് 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ ഒന്ന് തുറന്ന് ഹൗദിന്റെ കരയിലെത്തിയപ്പോൾ ഉസ്താദ് അത്തഹിയാത്തിലായി. ഉടനെ ഒതുവെടുക്കാൻ തുടങ്ങി. പടച്ചവനെ 3 വട്ടം കൈ കഴുകണം, വാവഴിക്കണം. ഇവൻ അങ്ങനൊന്നുമല്ല, പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്കുക. ഹൗദിനകത്തോട്ട് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണമെന്ന. ഓൻ കഴുകാനൊന്നും നിൽക്കത്തില്ല, ഒരൊറ്റ മുക്കല, 3 എണ്ണം ഒറ്റ മുക്കൽ, സ്പീഡില ഒറ്റ മുക്കല്. ഇവിടെ 3 മുക്കല്, 3 തടകല് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. ഓടി പള്ളിക്കത്ത് കയറി അസ്സലാമു അലൈക്കും കഴിഞ്ഞു. നമസ്കാരം. അള്ളാഹു കാക്കുമാറാകട്ടെ.
അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ ഈ ഒളിവെടുക്കുന്നവൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? പറ. ഇങ്ങനെ ഒളിവെടുത്തവൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ഉറക്കെ പറ. എവിടെ പോവോ? പറയട ചങ്ങാതി. കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒളിവെടുപ്പ് കണ്ടിട്ടില്ലേ? ഇവൻ നരകത്തിലേ പോകത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒളിവെടുപ്പല്ല, ആ ഒളിവെടുപ്പല്ല. നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു, നേരത്തെ വരണം. എന്തിനാ ബാങ്ക് വിളിച്ചിട്ട് 15 മിനിറ്റ് വെച്ചിരിക്കുന്നത്? എന്തിനാ? നേരത്തെ കാലത്തെ വന്ന് ജമാഅത്തിൽ കൂടാനാ? നീ കടയ്ക്കകത്തിരിക്കും. പോട്ടെ പോട്ടെ പോട്ടെ, തീരട്ടെ തീരട്ടെ. ഉസ്താദ് ഓടി ചാടി ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയാ, കളിയല്ല ഒളിവെടുക്കൽ, കളിയല്ല, നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒളിവിനോട് കളിക്കരുത്. ഒളിവെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം. കളിയല്ല, നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. മോനെ, നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ. അതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉളുവെടുക്കുകയാണ്. ഉളുവെടുക്കുന്ന സമയത്ത് കരയുകയാ. സാധാരണ കരച്ചലല്ല, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. നിറം മാറിപ്പോകുന്ന രീതിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? ഉളുവെടുക്കുന്ന സമയങ്ങനെ കരയുന്നത് എന്തിനാ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ, ഉളുവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ. ഒന്നുവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ. പെങ്ങളെ, ഒന്നുവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. പൊന്നുമോള്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് ഉളവെടുക്കുന്ന സമയത്ത് നിങ്ങളെ സൂക്ഷ്മത പുലർത്തല്. ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ളവനെ കാണണോ? താടിയിലല്ല, തടമ്പിലല്ല, തൊപ്പിയിലല്ല, പ്രസംഗത്തിലല്ല, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല. മോനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരാളെ കാണണോ? പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയാ മതിയടാ. ഈമാനുള്ള ഒരുത്തനെ കാണണമെങ്കിൽ പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയി ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമോ? അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഉളുവെടുക്കുന്നത് കണ്ടാ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അല്ലാതെ പായിൽ ഒരച്ചൊരച്ച് തഴമ്പുണ്ടാക്കുന്നത് അടയാളമല്ല. ഞാൻ അടയാളത്തെ കളിയാക്കിയതല്ല. പടച്ചവനെ, അങ്ങനെ നിസ്കാരത്തടമ്പുള്ള എത്രയോ പേര് മോശമായി നടക്കുന്നവരുണ്ട്. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ഫർദ ധരിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. താടി വളർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചുപ്പയും തൊപ്പിയും ധരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പ്രസംഗിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഈമാനുള്ളവൻ അടയാളമുണ്ട്, ഈമാനുള്ളവൻ അടയാളമുണ്ട്. സമാധാനത്തോടുകൂടി ഉളവെടുക്കുന്നത് കണ്ടാൽ, സമാധാനത്തോടുകൂടി ഉളവെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി തങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഉളവെടുത്ത? സമാധാനത്തോടെ. പറയുമ്പോ രണ്ടും പറയണം. അള്ളാഹുവെ, പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തപ്പോ ചിലർ ഉളുവെടുക്കാൻ നിന്നതാ. നിസ്കാരം കഴിഞ്ഞാലും ചിലർ ഉളുവെടുത്ത് തീരാറില്ല. ആ ഉളുവല്ല. അള്ളാഹ് കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഉസ്താദ് ഇഖാമത്ത് കൊടുത്തു, മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്ത്, ഇമാമ നിസ്കാരം തുടങ്ങി അത്തഹിയ്യാത്തിലെത്തി, അപ്പോഴും ഹൗദിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ആ ഉളുവെടുപ്പല്ല, അത് വസ്വാസിൽ ഖന്നാസ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഓനെ ആ ഹൗദിന്റെ ചവിട്ടി തന്നെ ഇട്ടേക്കാൻ തോന്നും, അവിടെ തന്നെ അങ്ങ് കബറടക്കാൻ തോന്നും. അങ്ങനത്തെ എടുപ്പാ. ഇരുന്നുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ, അള്ളാഹുവേ, വസ്വാസ് വല്ലാതെ പിടിപെടുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒളുവെടുക്ക്, നല്ലതുപോലെ ഒളുവെടുക്ക്. എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒളുവെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ അള്ളാഹ് സ്നേഹിക്കും.
5 പ്രതിഫലമായി എണ്ണി പറഞ്ഞത്, 1 അള്ളാഹ് നിന്നെ സ്നേഹിക്കും, അള്ളാഹു നിന്നെ സ്നേഹിക്കും, അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താല്? നിസ്കരിച്ചാലല്ല, പള്ളി കെട്ടിക്കൊടുത്താലല്ല, ഒളുവെടുക്കുമ്പോ നല്ലതുപോലെ എടുത്താൽ, ഒളുവെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒളുവെടുത്താൽ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതും. 2 നിന്റെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പട്ടിണി കിടക്കുന്നുള്ള പേടി വേണ്ട, പട്ടിണി കിടക്കുമെന്നുള്ള ഭയം നിനക്ക് വേണ്ട. നിനക്ക് മരിക്കുന്ന കാലം അൽഹംദുലില്ലാ അള്ളാഹു നിന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും, അള്ളാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകും. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. എന്തിനിറങ്ങിയാലും തടസ്സം അല്ലേ, എന്തിനിറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നവരുണ്ട്. നിന്റെ തടസ്സം മാറും. നല്ല രീതിയിൽ ഉളവെടുത്ത ഒരു മനുഷ്യന് അള്ളാഹ് കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. 4 അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുടെ മലക്ക് നിന്നെ സ്നേഹിക്കും. കൂടെ കടന്ന ആമിനെ സ്നേഹിച്ചില്ലെങ്കിലും, കൂടെ കടന്ന ആമിനെ നിന്നെ സഹിച്ചരിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. 5ാമത്തെ കാര്യം, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഒളുവെടുത്താൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ തമാശയല്ലടാ, കളിയല്ലടാ, ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു തരികയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഒളുവെടുത്താൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. ഏതുപോലെ എന്നറിയുമോ? ഏതുപോലെ എന്നറിയുമോ? അതാ കൈ കഴുകി കഴിയുമ്പോൾ അതാ വെള്ളം നിന്റെ നഖത്തിന്റെ മുകളിലൂടെ താഴേക്ക് വീഴുമ്പോ ആ തുള്ളിയിലൂടെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് ഉണ്ട്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് വുളു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് വുളു എടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും വുളുവെടുത്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് 11:30 വിശദീകരിക്കുന്നില്ല. പടച്ചവനെ, 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 1 ബാങ്ക് വിളിക്കട്, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ ജവാബ് പറയട്. 2 ഷഹാദത്ത് കലിമ പറയുമ്പോ ആ പറഞ്ഞു തന്ന ദുആ നീ ചെയ്യട്. 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കണേ. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ലഅ വഉദൂഇ ഹദാ സുമ്മ ഖാമ ഫറകഅ റകഅതൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സുഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? ഞാനും നിങ്ങളും ഒളിവെടുക്കുന്നവരാണ്, ഞാനും നിങ്ങളും ഒളിവെടുക്കുന്നവരാണ്. ആ ഒളിവെടുത്ത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ അതുവരെ ചെയ്തു പോയ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. മോനെ, ഒളിവെടുത്ത് കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കട്, 2 റക്അത്ത് നമസ്കരിക്കട്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകർ റബ്ബനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലൂടെ മുത്തുനബി നടന്നു പോവുകയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ. അവിടുത്തെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണ് നടന്നു പോകുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന് നല്ല പരിചയമുണ്ട്. ആ നടത്തം കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ആരോ പരിചയമുള്ള ഒരു മനുഷ്യനാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ്. ആരാണെന്നറിയുന്നില്ലല്ലോ, ആരാണെന്നറിയില്ലല്ലോ. അതാ പറയുന്നു, നബിയേ, ആ പോകുന്നതാരെന്നറിയുമോ? സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ നടന്നു പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. മലക്കുകളാണ് ബിലാലിന്റെ പേര് പറയുന്നത്. സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നമസ്കാരം കഴിഞ്ഞു സഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടു. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു സഹാബാ. മലക്കുകളാ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാ. മലക്കുകളാ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാണ്. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ പേര് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ. പള്ളിക്കകത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, അയിന ബിലാൽ, എന്റെ ബിലാൽ വിട്, എന്റെ ബിലാൽ വിട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോ ബിലാൽ തങ്ങളിരുന്ന് കരയുകയാ. ബിലാൽ തങ്ങളിരുന്ന് കരയുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാൽ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുകയാ. നിന്നെ ബിലാലേ, മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ, മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ബിലാലേ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനിട്ടല്ല. മുത്തുനബി അവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാ എന്ത് അമലാണ് നീ ചെയ്യുന്നത്? എന്തെങ്കിലും രഹസ്യമായ ഒരു പാപത്ത് ചെയ്യുന്നുണ്ടോ ബിലാൽ? അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ബിലാൽ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ. ഞാൻ ഉളവെടുത്തു കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കും നബിയേ. സഹാബാ, ബിലാലിന് സ്വർഗം കിട്ടാനുള്ള കാരണം അതാണ് സഹാബാ. അതുകൊണ്ട് പറയുകയാ, ഒന്നുപെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്, അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണമെന്നാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങൾ എപ്പോഴും ഒന്നുപെടുത്താലും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുത്തു കഴിഞ്ഞാൽ ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുക്കുമല്ലോ, അപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കടാ സഹോദരാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നതായി മുത്തുനബി കാണുകയാ. എന്തേ കാരണം? ഒളുവെടുത്തു കഴിഞ്ഞ
നിസ്കരിക്കും. നമ്മളിവിടെ ഫർദ് പോലും നിസ്കരിക്കുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബിലാൽ തങ്ങൾ എപ്പോൾ ഉളവെടുത്താലും 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കും. നമ്മൾ പള്ളി പോയിട്ട് ഫർദ് പോലും നിസ്കരിക്കാത്ത മഹാന്മാരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കുവോ? നിസ്കരിക്കുവോ? എവിടെ നിസ്കരിക്കാം അല്ലേ? നിസ്കാരത്തിന്റെ വാർഷികമൊക്കെ കഴിഞ്ഞ് ആഘോഷമെല്ലാം കഴിഞ്ഞ് അടച്ചു വെച്ചു. ഇനി അടുത്ത റജബ് 27 വരണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ഞാൻ പറയുന്നത്, സഹോദര, നമുക്ക് നിസ്കരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. പള്ളിയിൽ ഫർദ് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒളുവെടുക്കണം. ഒളുവെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? പള്ളിക്കകത്ത് കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണോ? പറഞ്ഞങ്ങാതി. പള്ളിക്കകത്ത് കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണോ? അപ്പൊ ഒളുവെടുത്തതിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോൾ നിസ്കരിക്കേണ്ട 2, 4. ഇനി ആ വഖത്തിന്റെ സുന്നത്ത് നിസ്കരിക്കണോ? നിസ്കരിക്കണോ? നാളെ സുബഹിക്ക് ഒളുവെടുത്തു. സുബഹിക്ക് ഒളുവെടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കണം. പള്ളിക്കകത്ത് കയറിയ 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. ഇല്ലേ? അപ്പൊ പള്ളിക്കകത്ത് കയറി ഈ നീയത്തോടൊക്കെ കൂടി 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാലോ ഇതെല്ലാം കിട്ടൂലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെയെങ്കിലും നിസ്കരിക്ക്. വേർതിരിച്ച് ഒളുവിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോ 2, സുന്നത്തിന്റെ 2, അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ സുബഹിയുടെ സുന്നത്തെങ്കിലും നിസ്കരിക്കുക. അത് സാധാരണ സുന്നത്തല്ല, അതിന് വലിയ മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ സുന്നത്ത് നിസ്കരിക്കണമെന്നൊന്നും പറയുന്നില്ല. ഫർദെങ്കിലും നിസ്കരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഫർദെങ്കിലും നിസ്കരിക്ക്. നമുക്കതൊന്നും ഇല്ലല്ലോ. മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിമാകാൻ കടന്നു വന്നു. ഒരു ഗോത്രക്കാരി മുസ്ലിമാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ. മസ്ജിദ് നബവിയിൽ പള്ളിക്കകത്ത് വിളിച്ചു കയറ്റി അവര് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിമൊക്കെ ആകാം, ചില കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത്. അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ, യുദ്ധക്കളത്തിൽ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ പോകൂല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, രണ്ടാമത്തെ കാര്യം എന്താ? സക്കാത്ത് കൊടുക്കാൻ പറയാൻ പാടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഇല്ലേ? എന്ത് രസമില്ലേ? അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി, നിസ്കരിക്കാൻ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അവര് കുറെ നാളത്തേക്ക്, താൽക്കാലികം അല്ല, ഖിയാമത്ത് നാൾ വരെയല്ല, കുറച്ചു നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം നോ കോംപ്രമൈസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഈ വഖത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധം. അടുത്ത വഖത്തല്ല, അതേ വഖത്ത്. അറിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് നിസ്കരിക്ക്. സമയമില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹദീസ് ഓർത്താൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളവും മണ്ണുമില്ലെങ്കിൽ ഒളുവില്ലാതെ നിസ്കരിക്കണം. വസ്ത്രമുണ്ടെങ്കിൽ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച്, ഉള്ളത് ധരിച്ച് നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ. വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക്. അതും ഇല്ലെങ്കിൽ ഒന്നും ഇടാതെ നിസ്കരിക്ക്. 3, നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിടക്ക്. കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്ക്. അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്. ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല. ഇതാ ഈമാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല, ഒന്നുമില്ല. കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ, ചിലർ നിന്ന് മൂത്രം ഒഴിക്കും. എപ്പോഴും മൂത്രം പോകും. അവന് നിസ്കാരം നിർബന്ധമാണോ? നിസ്കാരം നിർബന്ധമാണോ? നിസ്കരിക്കണം.
പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകാറുണ്ട്, ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, എന്നാലും നിസ്കരിക്കണം. അതാ മസല. അതിന് ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ രോഗരക്തം, മൂത്രം പോകുന്നവരുണ്ട്. പറ്റുന്നത്ര നിനക്ക് ഏറ്റവും കുറഞ്ഞ മൂത്രം പോകുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കി നിസ്കരിക്കുക. ഇല്ലെങ്കിൽ വല്ല തുണിയോ വെച്ചിട്ട് നീ നിസ്കരിച്ചോണം, അത് നോക്കരുത്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, പാപം പൊറുക്കാനുള്ള 4ാമത്തെ എളുപ്പവഴി ഒളുവെടുക്കുക. ഒളുവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 5ാമത്തെ കാര്യം, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 5ാമത്തെ വഴി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم ارحمه. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 5ാമത്തെ വഴി എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാ, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട്. പെണ്ണേ, നീ പള്ളിയിലല്ല വീട്ടിലല്ലേ നമസ്കരിക്കേണ്ടത്? നിനക്ക് വീടിന്റെ ഉള്ളറയിൽ നമസ്കരിക്കലല്ലേ ഏറ്റവും വലിയ ഉത്തമമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാപം പൊറുക്കാനുള്ള 5ാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ സഹാബാ? നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കടാ ചെറുപ്പക്കാരാ. പള്ളിയിൽ പോയി 5 വഖത്ത് നിസ്കരിക്കുമല്ലോ, ഓടല്ലേ പൊന്നുമോന്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടല്ലേടാ. പടച്ചവനെ, പള്ളിയിലെ ഇമാമു സലാം വീട്ടിക്കഴിഞ്ഞ പടച്ചവനെ ദിക്ർ പറയാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല. ഇറങ്ങി ഓടുകയാണ്. വല്ലാത്ത തിരക്കാണല്ലോ. എന്തിനാടാ ധൃതി കാണിക്കുന്നത്? അല്ലാഹുവേ, പടച്ചവരെ, അതാ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിനെ പിടിച്ച് കരയിലിട്ടാൽ ഒരു മുത്തുനബി പറയുകയാണ്, ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമല്ലോ. അല്ലാഹുവേ, പള്ളിയിൽ ജുമഅ നമസ്കാരം കഴിഞ്ഞു ഇമാം സലാം വീട്ടിയാ ഇറങ്ങി ഓടുകയാ. പലരും ദുആ കേൾക്കുന്നത് വീട്ടിൽ നിന്നാണ്. അതുപോലെ ഓട്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലിട്ടാ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുമല്ലോ. ഇതുപോലെയാണ് ചിലര് പള്ളിക്കകത്ത് കയറിയാൽ അവർക്ക് എങ്ങനെയും പുറത്തു പോകണം. ആ മീന് വെള്ളത്തിന്റെ അകത്ത് തിരിച്ചു പോകുമ്പോൾ ആ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പള്ളിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ തീരുന്നില്ലല്ലോ തമ്പുരാന്. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത്. അതും കയറി വരുന്നത് ഇമാം കൈകെട്ടുന്ന സമയത്താ. ആ നമസ്കാരത്തിൽ പടച്ചവര് ഒന്ന് സലാം വീട്ടിയെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നല്ലോ. അല്ലാഹ്, എന്തൊരു ധൃതിയാ മോനെ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേക്കല്ലേ. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു, അതാ പടച്ചവനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്തു, 3 സ്വലാത്ത് പറഞ്ഞു പിരിയുകയാണ്. എന്നാലും എഴുന്നേക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിലിരുന്നാൽ
കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്ന നമസ്കാരം കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുകയാണ്. സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, പോയിട്ട് തൂണിൽ ചാരുന്നവരുണ്ട്, ഭിത്തിയിൽ ചാരിയിരിക്കാൻ തിരുതി കാണിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് പോകല്ലേ വാപ്പാ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കൂ, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാ. ആ നിസ്കാരപ്പായിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മഹു, നീ മനുഷ്യനോട് കരുണ കാണിക്കണേ അല്ലാഹ്. ആ നിസ്കാരപ്പായിലിരിക്കുന്ന സമയമത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാർ, നിനക്ക് സ്വർഗ്ഗം അല്ലാഹു തരാർ, നിനക്ക് നരകമോചനം തരാ. അല്ലാഹുവേ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുന്നതിന് വേണ്ടി അറിയാതെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യുകയാ. ഇതിനെക്കാളും എന്തേ വേണ്ടത്? ഒരു മിനിറ്റ് ആണെങ്കിൽ, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ആ നമസ്കാരപ്പായിൽ തന്നെ ഇരിക്കുവാപ്പാ. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഇമാം ബുഖാരി തങ്ങളല്ലേ ഹദീസ് വിശദീകരിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് പറയുകയാ, നമസ്കാരം കഴിഞ്ഞ അതേ മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ്. അതുകൊണ്ട് സഹാബാ, പാപം പൊറുക്കാനുള്ള 10 വഴികളിൽ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? നിസ്കാരപ്പായിലിരിക്കണേ, നിസ്കരിക്കുന്ന മുസല്ലയിലിരിക്കണേ. മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ പെങ്ങള്, 5 മറന്നു പോകരുത്. ഒന്ന് ബാങ്ക് വിളിക്കണം, ഒന്ന് കഴിയുമെങ്കിൽ ബാങ്ക് വിളിക്കൂ, അല്ലെങ്കിൽ മുഅദ്ദിന്റെ കൂടെ ജവാബ് പറ. 2 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ദുആ നീ ചെയ്യടേ. ചെയ്താ നിന്റെ പാപം പൊറുക്കുകയാ. 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നല്ലതുപോലെ ഉടവെടുക്കടേ. വെള്ളത്തുള്ളികൾ താഴെ വീഴുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഉളവെടുത്തു കഴിഞ്ഞാ 2 റക്അത്ത് നിസ്കരിക്കണേ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ. ഒരല്പനേരമെങ്കിലും നീ ആ സ്ഥലത്ത് ഇരിക്കൂ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാ, നിന്നോട് കരുണ കാണിക്കാ, നിനക്ക് പുറത്തു തരാ, നിനക്ക് സ്വർഗം തരാ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താ. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ദുആ ചെയ്തു പിരിയാ, തൗബ ചെയ്തിട്ട് പിരിയാ. ഇത്രയും നേരം പറഞ്ഞത് ചെറുപാപങ്ങളാ. വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ? വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ? പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ള തൗബയാ. അല്ലാഹുവിനോട് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. പടച്ചവനോട് തൗബ ചെയ്യടാ പുന്നമോര്. പാപങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റു പറയട്.
പശ്ചാത്തപിച്ച് മടങ്ങണോ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാ, ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് അടുത്ത് വാ, എല്ലാവരും കയറിയിരുന്ന് വാ, കയറിയിരിക്കടോ. ദുആ ചെയ്യാറായതുകൊണ്ടാ. മക്കളെ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് കയറി ഇങ്ങോട്ട് കയറി കസേര എടുത്തോ. കസേര എടുത്തോണ്ട് കയറി, പൊടി ഇളക്കരുത്. ഇൻഷാ അല്ലാഹ് ചെയർ പൊക്കി ഫ്രണ്ടിലോട്ടിരി. വാ ഇൻഷാ അല്ലാഹ്. ഇത് കൂടെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ. അവിടെ തന്നെ ഇരുന്നോ. ഇനിയിപ്പോ പൊക്കിയിട്ട് സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇരുന്നോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 40 വൻപാപം പൊറുക്കാനുള്ള ഒറ്റ എളുപ്പവഴി, 40 വൻപാപം പൊറുക്കാനുള്ള എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് ഓടുന്നവരിത് കേട്ടിട്ട് പോകടാ ചെറുപ്പക്കാരാ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഈ വൻപാപം പൊറുക്കുന്ന സമയത്ത് നിന്നെ ഇബ്ലീസ് ഓടിക്കുകയാ. രക്ഷപ്പെടാൻ പാടില്ലല്ലോ, ഇവൻ നരകത്തിലകപ്പെടണമല്ലോ. അതുകൊണ്ട് ശൈത്താനാണ് നിന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഈ നന്മ പറയുന്ന സമയത്ത് നീ എഴുന്നേറ്റ് പോകുമോ? അല്ലാഹുവേ, ദുആ ചെയ്യാൻ പോകുന്ന സമയമല്ലേ, 40 പേരിൽ കൂടുതലില്ലേടാ പൊന്നുമോനെ. ദുആയിക്ക് ഉത്തരമുള്ള മജ്ലിസല്ലേ, അതുകൊണ്ട് എഴുന്നേറ്റ് പോകല്ലേ. പ്രതിഫലത്തിന്റെ സമയമാകുമ്പോ ഓടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ടത് വഅലല്ല കേട്ടോ. ഉസ്താദെ, ഖതീബ് ഉസ്താദ് എന്ത് ഉണ്ടോ? അപ്പൊ ഇനി നന്ദാവരയിൽ വേണ്ടത് വഅലല്ല. പ്രസിഡന്റ് എന്താ ജമാഅത്തിന്റെ? അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിക്കണ്ട കേട്ടോ. ജമാഅത്തിന്റെ പ്രസിഡന്റിനോടും ഖതീബിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നു, അത്യാവശ്യം വഅലല്ല വേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിർബന്ധമായിട്ടും ഈ നാട്ടുകാരെ പഠിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. അല്ലാഹ് കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. കാരണം ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ. പിന്നെ ഇപ്പൊ ഇവിടെ ആരാ കുളിപ്പിക്കുന്നത്? ഉസ്താദിനുണ്ടോ? ഖതീബ് ഉസ്താദ് പുതിയതാ, ഉസ്താദിന് അറിയത്തില്ല. ഉസ്താദ് ഇപ്പോഴാ കാണുന്നത് ഇങ്ങനൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിർബന്ധമായിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പള്ളി വെച്ചൊരു ക്ലാസ് നടത്തണം കേട്ടോ ഉസ്താദ്. ഇൻഷാ അല്ലാഹ്. എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ഇവരുടെ കാര്യം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം കേട്ടാ. താത്തമാരെ കേട്ടാ, സ്വന്തം തന്നെ കുളിക്കേണ്ട പാട് വലിയ പാടാ അല്ലേ. ബാത്റൂമിൻ്റെ അകത്ത് കയറുമ്പോ വേണ്ട, വിവാദമാക്കാൻ വയ്യ. വേണമെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറും. ഞാൻ എന്തെങ്കിലും പറയും. കന്നിമൂലയാണ് ഇപ്പൊ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ കന്നിമൂലയെ കുറിച്ച് പറഞ്ഞതാ ഇപ്പൊ എൻ്റെ നെഞ്ചത്ത്. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഖുർആനോ ദിക്റോ വല്ലതും പറയാൻ പാടുണ്ടോ? ഇല്ല. ഇന്നത്തെ വീടുകളിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ? എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ? ഞാൻ ചോദിക്കണമെന്നിരിക്കുന്നത്, എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് ഒന്നാം കലിമത്ത്, ഒന്നാം ഷഹാദത്ത്, രണ്ടാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നാം ഷഹാദത്ത്, രണ്ടാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ. പെണ്ണുങ്ങളെ, എനിക്കറിയില്ല. ഈ അടുത്തൊരു സംശയം ചോദിച്ചത്, എനിക്ക് എൻ്റെ മറുപടി പറയാനില്ല. അപ്പോഴാണ് ഞാൻ അറിയണേ ഈ കുളിക്കണ സമയത്ത് ഒന്നാം ഷഹാദത്തൊക്കെ പറയണമെന്ന്. അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും ഹമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കുളിക്കുമ്പോൾ അതിനകത്തിരുന്നിട്ട് ഈ വലിയ അശുദ്ധിയുടെ കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കാര്യം ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാ പറയണേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതൊന്ന് ഉസ്താദിന്റെ മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം. ഞാൻ നിങ്ങളെ വസ്വാസിലാക്കിയതല്ല. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അതൊക്കെ പറയണമെന്ന് അപ്പോഴാണ് അറിയണേ. വലിയ ശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ ഉസ്താദ്?
നിയ്യത്ത് വെച്ചാൽ മതി, അതന്നെ പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ ഇത് മനസ്സിൽ കരുതണമെന്ന. ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഇതങ്ങ് പറയുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു അതിനകത്ത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ, അതൊക്കെ മനസ്സിൽ പറയുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 40 വൻപാപം പൊറുക്കണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം, മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പെങ്ങള്, ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം. എന്നിട്ടല്ലാ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തങ്ങോട്ട് കടത്തുന്ന സമയമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കുളിപ്പിക്കണമടാ. എടാ പൊന്നുമോനെ, മയ്യത്ത് കുളിപ്പിക്കട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ. ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, ആരാകട്ടെ, വാപ്പയാകട്ടെ, നിന്റെ കൂടപ്പറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, നിനക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനാകട്ടെ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പല ന്യൂനതകളും നിനക്ക് കാണാം. കാരണം ചലനമറ്റ് കിടക്കുന്ന ശരീരമാ, അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ, പടച്ചവനെ വല്ലാതെ പരമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന്, അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പുറത്ത് പറയുന്നവരുണ്ടല്ലോ. പറയല്ലേ വാപ്പാ, പറയല്ലേ പെങ്ങള്, അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചു, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ, പറയാതെ മറച്ചു വെച്ചാ അവന്റെ 40 പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കടാ പൊന്നുമോന്. ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു വെക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഉറൂസൊക്കെ കഴിഞ്ഞാൽ പടച്ചവനെ നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ. അന്ന് പോയിരുന്ന് പഠിക്കട്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത്, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. നിങ്ങളെ മറന്നു പോകരുത്. നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. എന്റെ പെൺമക്കളോട് പറയുകയാ, മക്കളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ, ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത്, നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത്, അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത്. എന്റെ ഉമ്മ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ, എന്റെ വാപ്പ എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ. നന്ദാവരയിലെ ചെറുപ്പക്കാരാ, സിറാജ് സ്നേഹം കൊണ്ട് പറയുകയാ, മോര് നിന്റെ വാപ്പയ്ക്ക് നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു. നിനക്കാഗതി വരരുത്, നിനക്കാഗതി വരരുത്. നിന്റെ ഉപ്പാടെ മയ്യത്ത് വീടിന്റെ സൈഡിൽ മറത്തിക്കിടത്തുമ്പോ പാടച്ചാലത്ത് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീരിൽ കുളിപ്പിക്കണമടാ ചെറുപ്പക്കാരാ. കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീഴാ
വല്ലാത്ത വേദനയാ മോര്. മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാണ്, അറിയാത്തവരെ കുളിപ്പിക്കരുത്, അറിയാത്തവരെ കുളിപ്പിക്കരുത്. സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല, പടച്ചവനെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ആ മയ്യത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് ഒഴിക്കല്ലേ, ശരീരത്തിനോട് ചേർത്ത് വെച്ചൊഴിക്കാൻ പറഞ്ഞത്. ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ പിടിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ്. ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഉപ്പാടെ തലയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ ഉപ്പാടെ തലയിൽ നിന്റെ കൈ കൊണ്ട് തടകണ്ടേടാ, ഉപ്പയുടെ മുഖമൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ലേ, ഒരുപാട് നിന്നെ ഒരുക്കിയതല്ലേ, ഒരുപാട് നിന്നെ കൊണ്ടു നടന്നതല്ലേ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ പഠിക്കണം പെണ്ണ്. അല്ലാതെ വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുള്ള കളിയല്ല, ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ. ചെറുപ്പക്കാരാ, കൂട്ടുകാര് 4 പേര് ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാലമല്ലേ. എന്ത് പറ്റിയടാ പൊന്നുമോന്, എന്ത് പറ്റിയടാ പൊന്നുമോന്, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ. നിന്റെ കോലവും നിന്റെ രൂപവും കണ്ടാ സങ്കടം തോന്നുകയാ ചെറുപ്പക്കാരാ. പലരും വന്ന് കൈപിടിക്കുമ്പോ അവന്റെ മുടി കാണുമ്പോ മോനെ ഇത് വെട്ടണമെന്ന് പറയാൻ തോന്നുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എന്റെ ചങ്ങാതിമാരോട് പറയുകയാ, ഈ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? എടാ, സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ ചെറുപ്പക്കാരാ, അല്ലാതെ വയല് കിട്ടാനല്ല, ആള് കൂടാനല്ല. ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ മോരെ. ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. ഇവിടെ വന്ന് കിടന്ന് 2 മണിക്കൂർ നിലവിളിക്കുന്നത് കൊണ്ട് ആയുസല്ലേടാ പോകുന്നത്, ഈ ശബ്ദമല്ലേ പോകുന്നത്, നരമ്പ് തേഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും എന്തേ പറയുന്നതെന്നറിയോ? എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ. 2 മണിക്കൂർ മൈക്കിന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്കൊന്ന് തോന്നുമല്ലോ. ഇവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പറയുന്നതിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്താ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ 2 മണിക്കൂർ ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോ 500-600 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് ഈ വയല് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ പൊന്നുമോനെ. നിങ്ങൾ ആരെങ്കിലും എന്റെ വയല് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോനെ. നമുക്ക് 2 പേർക്കും രക്ഷപ്പെടണമടാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ നന്നാകടാ, നന്നാകാം പൊന്നുമക്കള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ, നീ നിസാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ, അത് നിനക്ക് നാശമാടാ. എന്റെ പെങ്ങള്, റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ആയിഷ വലിയ പാപങ്ങളെ നിനക്ക് പേടിയാ, ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയാ. പക്ഷേ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അത് നീ ചെയ്തു കൂട്ടരുത്, നിസാരമായി കാണരുത്. നിന്റെ കണ്ണിലത് ഇബ്ലീസ് ചെറുതാക്കി കാണിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പടച്ചവനെ അള്ളാന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് 5 കാര്യം കൂടെയുണ്ട്. പടച്ചവനെ, നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും വയലുണ്ടെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണമെന്ന് ഞാൻ പറയുന്നില്ല, മൊബൈലിലൂടെയെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കട്, അത് നിങ്ങളൊന്ന് പഠിക്കട്, അത് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്യട്. എങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിലാ. നമ്മൾ അല്ലാഹ്
മഹാന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാ. നമ്മൾ അർശിന്റെ താഴെ ഒരുമിച്ച അപ്പോഴാണ് സ്നേഹബന്ധമുണ്ടാകുന്നത്. ആ സ്നേഹത്തിനാണ് വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, പൊന്നുമക്കള്, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസ് നടത്തുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഉറൂസിന് വന്നിട്ട് ഈ മഹാന്റെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കല്ലേ. ഒരുപാട് ജനം കൂടുന്ന സ്ഥലമാ. നിങ്ങള് ഉറൂസിന് വരുന്ന സമയത്ത് നീ നല്ല മനസ്സോടുകൂടി വരട്. ഒരു ദുശീലവും നിന്റെ മനസ്സിൽ വരരുത്. ഒരു മോശമായ ചിന്തയും വരരുത്. ഒരു മോശമായ കാര്യവും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാ ഇവരെ ആദരിച്ച സ്വർഗത്തിൽ പോകാ, ഇവരെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ പോകാ. ഇവരല്ല ആദരിച്ചവരാ, ഇവരല്ല ഇഷ്ടപ്പെട്ടവരാ, ഇവരല്ലാതെ അറിഞ്ഞവരാ. ഇവരെ നമ്മൾ സ്നേഹിച്ചാ നമുക്കും രക്ഷപ്പെടാ. അല്ലാഹുവേ, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നൽകണേ അല്ലാ. അവിടത്തെ ഗുരുത്വം നൽകണേ അല്ലാ. അവിടത്തെ തർബിയത്ത് നൽകണേ അല്ലാ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവരെ, എന്തെങ്കിലും ഒരു മോശമായ കാര്യം, എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ. നീ പുറത്തു തരണേ അല്ലാ. അതപകേടാക്കല്ലേ അല്ലാ. ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമല്ല മീസാനിൽ നന്മയുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ.